കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കിഡ്സ് ഗാർമെൻറ്റോ ലേഡീസ് ഗാർമെൻറ്റോ അല്ല. നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്തും സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഈ 4 ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കവറാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഈ 4 ഉപകരണങ്ങളും വെക്കാവുന്ന രീതിയിലത്തെ ഒരു കവർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പേപ്പറിൽ പാറ്റേൺ ചെയ്തെടുക്കാം. ഈ പേപ്പർ പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ A4 സൈസ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു എഡ്ജിനെ ഉള്ളിലോട്ടങ്ങ് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം ഇതേപോലൊരു ട്രയാങ്കിൾ കണക്കങ്ങ് ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു എഡ്ജൊക്കെ കറക്റ്റായിട്ട് തന്നെ വരണേ. ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ അങ്ങ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം വീണ്ടും അതിനെ ഒന്നുകൂടി ഇതേപോലെ അങ്ങ് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ആ ഒരു സൈഡിൽ 2 വട്ടം നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 2 ഭാഗങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വലിയ സൈഡിനെ നമ്മൾ ഒരു വട്ടം മാത്രം ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടോ, ആ ഒരു എഡ്ജിനെ ഇതേപോലെ ഒരു ട്രയാങ്കിളാക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു എഡ്ജ് കൂർത്ത് തന്നെ വരണേ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തം 3 ഫോൾഡായിട്ടാണ് നമ്മൾ ഈ ഒരു A4 സൈസ് പേപ്പറിനെ മടക്കിയെടുത്തത്. അപ്പോൾ മടക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ പീസ് ഇത് നമുക്ക് വേണ്ടാത്തതാണ്. ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പാറ്റേണിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സിസേഴ്സ് ഇതേപോലൊന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം പാറ്റേണിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ സിസേഴ്സ് വെച്ച് കൊടുക്കാൻ. വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ടിപ്പിൽ ഇതേപോലൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ ബാക്കി എത്രത്തോളം ആ ഒരു പേപ്പർ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. അത് ഇതേപോലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അത്രയും ഭാഗവും അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു പീസും ഇത് നമ്മളിപ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്ത ആ ഒരു ഭാഗമാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്പണിംഗ് കൂടി ചെയ്തെടുക്കണം. ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തെ മെഷർമെൻ്റ് ആണ് അളന്നെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫോൾഡ് ചെയ്തത് കണക്ക് തന്നെ ഈ പേപ്പർ ഒന്നുകൂടി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് വരുമ്പോൾ ഈ ഒരു ഭാഗം കവർ ചെയ്ത് വേണം വരാൻ. കണ്ടോ, ഈ ഒരു ചരിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗം കവർ ചെയ്ത് വേണം വരാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പണിങ്ങിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് താഴോട്ട് ഞാനൊരു 4.5 ഇഞ്ചസ് ആണ് ഓപ്പണിങ്ങിൻ്റെ ലെങ്ത് എടുക്കുന്നത്. 3.5 ഇഞ്ചസ് വരെ മതി, പക്ഷെ നമ്മൾ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു ചെറിയ പീസ് പേപ്പർ എടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു പേപ്പർ പാറ്റേൺ ഇതേപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു എഡ്ജ് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ആ ഒരു 4.5 ഇഞ്ചസ് മാർക്ക് ചെയ്തില്ലേ, അത് ആ അടിയിൽ വെച്ചേക്കുന്ന ആ പേപ്പറിലും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ 2 സൈഡും ഇതേപോലൊന്ന് മാർക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ലൈനും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശത്തൊന്ന് കർവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പേപ്പറിനെ ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കർവ് ചെയ്ത് വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഞ്ച് കർവാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഇതേപോലെ വെച്ചതിന് ശേഷം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പാറ്റേണിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ കണ്ടോ, അത് ആ ഒരു സൈഡ് കവറായി തന്നെയാണ് ഓപ്പണിങ് കിട്ടിയിരിക്കുന്നത്. ഓപ്പണിങ്ങിൻ്റെ ലെങ്ത് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ നമുക്ക് 2 പാറ്റേണും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാറ്റേൺ യൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ള ക്യാൻവാസ് ആണ് എടുത്തേക്കുന്നത്, പേപ്പർ ക്യാൻവാസ് അല്ല. അപ്പോൾ പെട്ടെന്ന് കീറിപ്പോകുന്ന രീതിയിലത്തെ ക്യാൻവാസ് അല്ല കേട്ടോ. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ മുകളിലോട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുത്ത ഈ ഒരു വലിയ പാറ്റേൺ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതേ അളവിൽ തന്നെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ഓപ്പണിങ്ങും ഇതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ക്യാൻവാസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ ഈ ഒരു പശയുള്ള ഭാഗം ഫാബ്രിക്കുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കളറിലെ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. ഒന്ന് ബ്ലാക്ക് കളറിലെ പ്ലെയിൻ ഫാബ്രിക്കും ഒന്ന് പ്രിൻറ്റഡ് ഫാബ്രിക്കുമാണ്. അപ്പോൾ ഇത് പുതിയ ഫാബ്രിക്കൊന്നുമല്ല, നേരത്തെയൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി ഫാബ്രിക്കിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഇതേപോലെ 2 കളറിലെ ഫാബ്രിക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. 2 പ്ലെയിൻ ഫാബ്രിക്കിൽ 2
കളർ ആയാലും മതി. ഇനി നമുക്ക് ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാൻവാസിനെ ഒട്ടിച്ചെടുക്കണം. പക്ഷെ ഒട്ടിച്ചെടുക്കുന്നത് ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിലോട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ 2 ക്യാൻവാസ് പീസും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. റോങ് സൈഡിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി ഒട്ടിച്ചെടുത്തതിൻ്റെ എല്ലാ സൈഡിലും 1 സെൻറ്റിമീറ്റർ മാത്രം സീം അലവൻസ് ഇട്ടിട്ട് ബാക്കി ഫാബ്രിക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ 1 സെൻറ്റിമീറ്റർ ഇട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഫാബ്രിക്കും കൂടി കട്ട് ചെയ്തെടുക്കണം. അത് ഇതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം എടുത്തില്ലേ ബ്ലാക്ക് കളറുള്ള പ്ലെയിൻ ഫാബ്രിക്, അതിൽ നിന്ന് ഇതേപോലെ 2 സൈഡിലേക്കും ഉള്ള പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വേണം ചേർത്ത് വെക്കാൻ. അപ്പോൾ പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് രണ്ടും എടുക്കുന്നെങ്കിൽ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വേണം ചേർത്ത് വെക്കാൻ. ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട. ഇവിടെ നിന്ന് തുടങ്ങി അടുത്ത എഡ്ജ് വരെ കറക്റ്റായിട്ട് ക്യാൻവാസിൻ്റെ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ എഡ്ജി കോഡ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കുക. നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തോടെ ഈ ഒരു ഫാബ്രിക്കിനെ അങ്ങ് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഓപ്പണിംഗ് പീസും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ അങ്ങോട്ട് മാറ്റുക. ഇതിനെ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിൻ്റെ ഭാഗത്തോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ സൈഡ് മാറിപ്പോവല്ലേ, കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു പീസിനെ ഇതിൻ്റെ മുകളിലോട്ടും ഇതേപോലെ അങ്ങ് വയ്ക്കുക. അപ്പോൾ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കണ്ടോ, ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ബ്ലാക്ക് പീസും ഈ ബ്ലാക്ക് പീസും സെയിം ആയിരിക്കണം. ഈ ഒരു പ്രിൻറ്റഡും സെയിം ആയിട്ട് തന്നെ വരണം. വെച്ചതിന് ശേഷം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഫാബ്രിക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങി എഡ്ജിൽ കൂടെ ക്യാൻവാസിൻ്റെ എഡ്ജിൽ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ എഡ്ജിക്കോട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഡ്ജിലെല്ലാം ഇതേപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുക. നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഓപ്പണിംഗ് ഇട്ട് കൊടുത്ത ഭാഗത്തോടെ ഇതിനെ അങ്ങ് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ കൂടി ചെയ്തെടുക്കാം. അയൺ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പേപ്പർ പാറ്റേൺ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ലൈനും ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ 4 ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ ഭാഗങ്ങളും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമേ വലിയ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു. അതിൻ്റെ മുകളിലോട്ട് ഫാബ്രിക്കിൻ്റെ ആ ഒരു ഫോൾഡ് വശം ഇതേപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു എഡ്ജാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ എഡ്ജല്ല, ഈ എഡ്ജ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത സൈഡ് ഇതിൻ്റെ മുകളിലോട്ട് ഓവർലാപ്പ് ചെയ്ത് ഇതേപോലെ വയ്ക്കുക. വെച്ചതിന് ശേഷം ഈ ഒരു സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വയ്ക്കാം. അപ്പോൾ എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ഈ എഡ്ജിക്കോടെ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഇതിനെ തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം അടുത്ത എഡ്ജും ഇവിടം മുതൽ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യമേ വലിയ പാർട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എഡ്ജ് കോഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. അതിന് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക. പിൻ ചെയ്തതിന് ശേഷം എഡ്ജ് കോഡ് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടുത്ത സൈഡ് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സിമ്പിളായിട്ടുള്ള കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഓപ്പണിംഗ് ഉണ്ട്. 1, 2, 3. ഇനി ഇതിലേക്കെല്ലാം നമുക്ക് കത്രിക വെച്ച് കൊടുക്കാം. ആദ്യത്തിലേക്ക് തുണി വെട്ടുന്ന കത്രിക വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തിലേക്ക് പേപ്പർ കട്ട് ചെയ്യുന്ന കത്രികയും മൂന്നാമത്തിലേക്ക് ത്രെഡ് കട്ടറും അതേപോലെ സ്റ്റിച്ച് റിമൂവറും വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വെൽക്രോ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടൺ ലൂപ്പും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്രസ് ബട്ടണാണ് വെച്ച് കൊടുത്തേക്കുന്നത്.
ഇതേപോലെ ഈ ഒരു എഡ്ജിലും ഇവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലോസും കൂടി ചെയ്തെടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയേ, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒരൊറ്റ കവറിൻ്റെ അകത്താക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. സ്റ്റിച്ച് ചെയ്യുന്നവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരും കൂടി ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.